ഹായ് എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരുണ്ടയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചുമലത്തൊലി കളയാതെ വെള്ളത്തൊലിയൊക്കെ കളഞ്ഞ് എടുക്കുകയാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നാലായിട്ട് കീറിയെടുക്കാം. ചുമലത്തൊലി ഒരുപാട് പോകരുത്, അതിൻ്റെ ഗുണമൊക്കെ ചുമലത്തൊലിയിലാണ് കേട്ടോ. അപ്പോൾ ഞാനത് കീറിയെടുത്തിട്ടുണ്ട്. നാലായിട്ട് കീറിയാൽ മതി. നമ്മൾ തോരൻ വെക്കുന്ന പോലെ അത്രയും ചെറുതായിട്ടൊന്നും കീറണ്ട കേട്ടോ. ഇതാ ഇങ്ങനെ ഇരിക്കും കേട്ടോ. നമ്മൾ കഴുകുന്നൊന്നുമില്ല, നമ്മൾ കഴുകണമെങ്കിൽ കഴുകിയിട്ട് വേണം ഇത് കീറാനായിട്ട്. ഇനി നമ്മൾ നേരിട്ട് ഇത് വറക്കാൻ പോവുകയാണ്. എണ്ണയ്ക്കകത്തൊന്നുമല്ല, ഓട്ടുകറ വറുത്താൽ മതി. നമ്മൾ ചട്ടി ചൂടായി ചട്ടിയിലോട്ട് ഇട്ടു. നമുക്ക് നന്നായിട്ടിത് വറുത്തെടുക്കാം. എണ്ണയൊന്നും ചേരാത്ത ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ് കേട്ടോ ഇത്. നല്ല തീയിൽ കിടന്ന് തന്നെ വേണം കേട്ടോ ഇത് മൂത്ത് വരാനായിട്ട്. നമ്മൾ അരിയുണ്ടയൊക്കെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കുന്ന പോലെ ഒന്നും വെക്കാനൊന്നും കൊള്ളത്തില്ല. അപ്പം നമ്മൾ ഉണ്ടാക്കുന്നു ഒരു കുറച്ച് നേരത്തേനൊക്കെ ഇരിക്കുകയുള്ളൂ. അതായത് ഒരു ദിവസം അതിൽ കൂടുതലൊക്കെ ഇരിക്കുമ്പോഴത്തേനും അതിൻ്റെ ഒരു ഫ്രഷ്നെസ്സൊക്കെ പോയി ഒരു സ്മെല്ലൊക്കെ വരും. അതുകൊണ്ട് ഒരുപാട് ദിവസത്തേനൊന്നും വെച്ചത് കഴിക്കാൻ കൊള്ളത്തില്ല. ഒരു ദിവസം വേണം നമുക്ക് ഫ്രിഡ്ജ് സൂക്ഷിക്കാം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാക്കാതെ അന്നടുത്തെ ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കുക കേട്ടോ. ഇടയ്ക്കൊന്ന് എടുത്ത് ഓരോന്നൊന്ന് ഒടിച്ച് നോക്കിയാൽ മതി മൂത്തോന്നറിയാനായിട്ട്. നമ്മൾ വറുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നോക്കിയാൽ ചിലപ്പോൾ മൂത്തില്ലാന്ന് തോന്നും. തണുക്കുമ്പോഴാണ് അത് കറക്റ്റായിട്ട് ഉറച്ച് വരത്തുള്ളൂ, നന്നായിട്ട് പൊട്ടി വന്നോളും. അതുകൊണ്ട് ഞാനിത് ആറിയപ്പം ഒടിച്ച് നോക്കുന്നതാണ് കേട്ടോ. നന്നായിട്ട് തന്നെ ഒടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് നൈസായിട്ട് പൊടിച്ചെടുക്കണ്ട. നമ്മൾ അരിയുണ്ട ഉണ്ടാക്കുമല്ലോ, അപ്പോൾ ആ ഒരു രീതിയിൽ പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. അതിലേക്കൊരു കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഒരു 2 പിടി തേങ്ങ എടുത്തിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നെയ്യ് ചേർക്കുന്നത്. വെളിച്ചെണ്ണയിൽ ചെയ്യേണ്ട, നെയ്യിൽ തന്നെ ചെയ്യുന്നതാണ് നമ്മുടെ ചക്കുരുണ്ടയ്ക്ക് ടേസ്റ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ നന്നായിട്ടൊന്ന് റോസ്റ്റായി വരണം. പിന്നെ നട്ട്സൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടെ കൂട്ടി നമുക്ക് പൊടിച്ചെടുക്കാനാണ് ഇതെല്ലാം കൂടെ. തേങ്ങ ഒരുവിധം ഒന്ന് മൂത്ത് വരുമ്പോൾ ഞാൻ എടുക്കുന്നത് പീനട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാനൊരു 1 പിടി പീനട്ട് തൊലിയെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പം എനിക്കിതെല്ലാവരും കഴിക്കുമോ എന്നുള്ള ഡൗട്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ വേറെ നട്ട്സൊന്നും ഇടാത്തത്. ഞാനും കഴിച്ചില്ലെങ്കിൽ എല്ലാം വേസ്റ്റായി പോകത്തില്ലേ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഉണ്ടയാണ്. അപ്പോൾ നമ്മൾ ഒരുപാടൊന്നും കാലം ആവർത്തിച്ച് ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ എല്ലാവരും ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും കഴിക്കുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കേട്ടോ ഞാനിതൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പം നമ്മുടെ തേങ്ങയും കടലയൊക്കെ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആ പൊടിയുടെ കൂടെ തന്നെ നമ്മളിതൊന്നുകൂടെ ഒന്ന് കറക്കിയെടുക്കുന്നേ ഉള്ളൂ കേട്ടോ. സെപ്പറേറ്റ് ആയിട്ടൊന്നും പൊടിച്ചെടുക്കണ്ട. എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സി ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ നമ്മളിതാ കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കുടഞ്ഞിട്ട് വെക്കാം. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടിയോ കുഞ്ഞു ജീരകമോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനതിനകത്ത് ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കരപ്പാനിയൊക്കെ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ശർക്കരപ്പാനിയും കൂടെ ഒഴിച്ച് നമുക്ക് മുഴുപ്പിനാവശ്യമായ രീതിയിൽ ഉരുട്ടി എടുത്താൽ മതി. ചൂടോടുകൂടി വേണം ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാൻ. എല്ലാം ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഓരോ ബോളായിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു. ഇത് ഉരുട്ടിയെടുക്കാനൊന്നും ഒരു പ്രയാസമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഉരുട്ടിയെടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത്രയും ചക്കക്കുരു ഉണ്ടകളാണ് കിട്ടിയേക്കുന്നത്.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.